ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇന്നൊരു കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആൾക്ക് കട്ട് ചെയ്യാൻ അറിയില്ല, സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇന്നിപ്പോൾ പാൻറ്റിനെയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ രണ്ടായിട്ട് മടക്കുക, പിന്നെ എഗെയിൻ അത് നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 4 പീസായിട്ട് നമുക്ക് കിട്ടും. അതിങ്ങനെ കറക്റ്റ് ലെവൽ ചെയ്തിട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് ആ ഒരു എലാസ്റ്റിക് വരുന്ന എത്ര ലെങ്ത് ഉണ്ടെന്നൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഡബിൾ എടുത്തിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ. ഇതിലിപ്പോൾ 1.2 ആണ് വന്നത്, അപ്പം 2.4 എടുത്തു. പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിനായിട്ട് എടുത്തു. അതുപോലെ തന്നെ താഴത്തെ ആ ഒരു പീസിൽ നമ്മൾ എത്ര ലെങ്ത്താണോ മടക്കി അടിക്കേണ്ടത് ആ ഒരു ലെങ്ത്തിൻ്റെ ഡബിൾ എടുക്കുക. ആ ഡബിൾ എടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ എടുക്കുക, അതായത് തയ്യൽ തുമ്പ് കൂടെ മടക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ മടക്കി എടുത്തതിന് ശേഷമാണ് അളവെടുത്തിട്ടാണ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അപ്പർ പോർഷനും അതുപോലെ ലോവർ പോർഷനും വരുന്ന സൈസ് നമ്മൾ കറക്റ്റ് അളന്നെടുത്തിട്ടുണ്ട്. നമുക്ക് തന്ന സൈസിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും വരുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളോട് കസ്റ്റമർ പറയുന്ന രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിതൊന്ന് അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ലോവർ പോർഷനും അപ്പർ പോർഷനും നമ്മൾ ലെങ്ത്ത് നമ്മൾ കറക്റ്റ് അളന്നെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ ഒരു സൈഡും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ആ ഒരു പോർഷനിൽ കുറച്ചും കൂടെ വീതി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തെറ്റിപ്പോകാതെ ആ ഒരു സൈഡ് മാത്രം നമ്മളൊന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.